വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിനെ മുഹമ്മദ് സാലിയാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പുറമേക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നും കുട്ടി അബോധാവസ്ഥയിലായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. സംഭവം ഇവരെ ബന്ധക്കാർ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിലെ SOSന്റെ സാന്ത്വനം വളണ്ടിയറാണ്. അവിടെ വരുമ്പോൾ തന്നെ കുട്ടിൻ്റെ സ്റ്റേജ് ഏകദേശം 70% ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ അതിൻ്റെ വേണ്ട ചികിത്സകളും മറ്റുള്ള കാര്യങ്ങളും കൊടുത്ത് ICU ആംബുലൻസിൽ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ICU ആംബുലൻസിലാണ് കോളേജ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളുണ്ടാകുന്ന ഒരു അടിപിടി, ആ അടിപിടിയിൽ ഈ അടി കിട്ടിയത് ദിവസം വെഹിക്കിളിൽ അടിയാണ്. തലൻ്റെ പുറഭാഗത്ത് അടി കിട്ടിയതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു ഇഞ്ചുറി വന്നത്. മുഹമ്മദ് ഷഹബാസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തെറ്റും മുൻപ് ഉണ്ടായിട്ടില്ലെന്നാണ് MJHS സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദിഖ് മലബാറി വ്യക്തമാക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ നേരത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടിയെടുത്തിരുന്നതായും ഇപ്പോഴത്തെ ഗ്രൂപ്പിനെ കുറിച്ച് വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ഈ കുട്ടികൾ സംഘം ചേർന്ന് പ്രലോഭിച്ച് ഇതിനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കാമെന്ന് മനസ്സിലാക്കി. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പുകളൊക്കെ വ്യാപകമായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, പലപ്പോഴും പല മീറ്റിങ്ങുകൾ പറയുന്നത് രക്ഷിതാക്കളാണ് ഇപ്പോൾ ചെയ്യുന്നത്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.